കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ നടന്ന സ്ഫോടനത്തിൽ, അതായത് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അവിടെ വാടക വീട്ടിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും അതോടൊപ്പം ശേഖരിക്കുകയും ചെയ്തു എന്നതാണ് പോലീസിന്റെ പരിശോധനയിലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലും കണ്ടെത്തിയത്. വലിയ തോതിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ ആ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതിൽ അത് നിയമവിധേയമല്ല. നമുക്കറിയാം, വാടക വീട്ടുകളിലൊന്നും അത്തരം സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിക്കാനോ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ രീതിയിൽ അവിടെ ശേഖരിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു ഉത്തരം, ആ ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സ്ഫോടനത്തിന് ശേഷം ഒളിവിൽ പോയ ഈ കേസിലെ പ്രതിയായിട്ടുള്ള അനൂപ് മാലിക്കാണ് ഈ 1 വർഷം മുമ്പ് ഈ വാടക വീട് എടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ ബന്ധുവായിട്ടുള്ള മുഹമ്മദ് ആഷാം അതോടൊപ്പം മറ്റ് കൂട്ടാളികളുമുണ്ട്. ഇവരിലൂടെ അവിടെ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയത് അനൂപ് മാലിക്കാണ്. അനൂപ് മാലിക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് വെച്ച് അനൂപ് മാലിക് പിടിയിലായി എന്ന വിവരം ലഭിച്ചത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.